Hey everyone. ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഓണം എക്സാമിങ് അടുത്തു അല്ലെ? വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി ഓണം എക്സാമിനായിട്ട് ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷനായിട്ട് നമ്മുടെ മുന്നിലുള്ളൂ അല്ലെ? അപ്പോൾ നമ്മൾ എക്സാമിന് പോകുന്നതിന് മുന്നായിട്ട് കഴിഞ്ഞ വർഷം എത്തരത്തിലുള്ള ചോദ്യപേപ്പറാണ് വന്നിരുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യുന്നതും അതിനെങ്ങനെ ഉത്തരം എഴുതാം എന്നുള്ളത് മനസ്സിലാക്കുന്നതും എക്സാം വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് എഴുതുന്നതിനായിട്ട് നിങ്ങളെ വളരെയധികം സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ മോഡൽ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇതിൽ എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ക്വസ്റ്റ്യൻ മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ലെറ്റ് us സ്റ്റാർട്ട് ആൻഡ് ഐ എം ഹിയർ ശ്വേത അലോങ് വിത്ത് യു. നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ ഈ ഒരു എക്സാം 80 മാർക്സിലാണ് വരാനായിട്ട് പോകുന്നത്. ആ 80 മാർക്കിന്റെ ചോദ്യ പേപ്പർ ആൻസർ ചെയ്യുന്നതിനായിട്ട് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് 2.5 മണിക്കൂറാണ്. ഓക്കെ, അപ്പം അതിൽ കൂൾ ഓഫ് ടൈം ഒരു 15 മിനിറ്റ് കിട്ടും. പിന്നെ നമുക്ക് അങ്ങോട്ട് എഴുതാനായിട്ടുള്ള സമയമാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us ഡിസ്കസ് അബൌട്ട് ദ പേപ്പർ സ്ട്രക്ചർ. ഓക്കെ, അപ്പം ഈ ഒരു 80 മാർക്കിന്റെ ചോദ്യ പേപ്പർ അല്ലെ, അതെങ്ങനെയാണ് കൃത്യമായിട്ട് മാർക്സ് അലൗട്ട് ചെയ്ത് വന്നിരിക്കുന്നത്, ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ശരിക്ക് ഈ ഒരു പേപ്പർ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ലൈക്ക് ഹൗ ദ 80 മാർക്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് ക്വസ്റ്റ്യൻ ടൈപ്സ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ 5 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ടും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ചോദ്യങ്ങളാണ്. അവിടെ നമുക്ക് ഓപ്ഷൻസ് ഇല്ല. ഓക്കെ, അപ്പൊ ഇത് പോയട്രി റിലേറ്റഡ് ആയിട്ടാണ് കഴിഞ്ഞ തവണ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം കാത്രിൻ ടിനാന്റെ എനി വുമൺ എന്നുള്ള പോം റിലേറ്റഡ് ആയിട്ടും റോബർട്ട് ഫ്രോസ്റ്റിന്റെ മെൻഡിങ് വാൾ റിലേറ്റഡ് ആയിട്ടും ഉള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ പോയട്രി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് അലോട്ട് ചെയ്ത് തന്നിരുന്നത് 8 മാർക്സ് ആണ്. ഓക്കെ, അപ്പം 80 മാർക്സിൽ 8 മാർക്സ് ഈ പോം റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനാണ് എന്ന് ചുരുക്കം. ഓക്കെ, ഇനി വരുന്നത് ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ളതായിരുന്നു. അപ്പം ആക്റ്റീവ് ടു പാസീവ് വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റിപ്പോർട്ടഡ് സ്പീച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ ടെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. 6 മാർക്കോളം നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത് ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നായിരുന്നു. ഓക്കെ, പിന്നീട് അങ്ങോട്ട് 9 മുതൽ 14 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 6 ചോദ്യങ്ങൾ തന്ന് അതിൽ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ട രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പ്രോസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്ലേ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും സ്പീച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു ഭാഗത്ത് വന്നിരുന്നു. ഓക്കെ, അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് നമ്മൾ സ്കോർ ചെയ്യാനായിട്ട് പോകുന്നത് 20 മാർക്സ് ആണ്. ഓക്കെ, അപ്പൊ 5 ചോദ്യങ്ങൾ നമ്മൾ അവിടെ ഉത്തരം എഴുതുന്നു. 4 മാർക്സ് ആണ് ഒരു ചോദ്യത്തിന്. അങ്ങനെ ഈ 20 മാർക്സ് ആണ് ഈ ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഷോർട്ട് പാരഗ്രാഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. 15 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ ഷോർട്ട് പാരഗ്രാഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ലെറ്റർ റൈറ്റിംഗ്, സ്പീച്ച് റൈറ്റിംഗ്, പാരഗ്രാഫ് റൈറ്റിംഗ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. 6 ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതിൽ 5 എണ്ണമാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഓരോ ചോദ്യത്തിനും 6 മാർക്ക് എന്നുള്ള രീതിക്ക് 5 ചോദ്യങ്ങൾക്ക് 30 മാർക്കാണ് നമുക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി വരുന്നത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 21 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങൾ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് 3 ചോദ്യങ്ങളായിരിക്കും നമുക്ക് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തരാനായിട്ട് പോകുന്നത്. അതിൽ 2 എണ്ണത്തിനാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ലോങ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ആൻസേഴ്സ് ആയിരിക്കും നമ്മൾ എഴുതേണ്ടി വരിക. അതുപോലെ പോംസ് റിലേറ്റഡ് ഒക്കെ ആയിട്ടാണെങ്കിൽ കമ്പാരിസൺ റിലേറ്റഡ് ആയിട്ടുള്ളത്, എപ്രീസിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്ത് വരും. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യത്തിന് 8 മാർക്ക് എന്നുള്ള രീതിക്ക് 2 എണ്ണത്തിന് 16 മാർക്സ് ആണ് നമുക്കിവിടെ കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ 80 മാർക്ക് വരുന്നത്. ഓക്കെ, പോയട്രി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ
കോംപ്രഹെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് 8 മാർക്ക്, ഗ്രാമർ റിലേറ്റഡ് ആയിട്ട് 6 മാർക്സ്, ഷോർട്ട് ആൻസേഴ്സ് റിലേറ്റഡ് ആയിട്ട് 20 മാർക്സ്, ഷോർട്ട് പാരഗ്രാഫ്സ് റിലേറ്റഡ് ആയിട്ടുള്ള 30 മാർക്സ്, അതുപോലെ എസ്സേ റിലേറ്റഡ് ആയിട്ട് 16 മാർക്സ്. അങ്ങനെ മൊത്തം 80 മാർക്കിലായിരിക്കും നിങ്ങൾക്ക് ചോദ്യപേപ്പർ വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി പോയിട്രി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം എന്തൊക്കെയാണ് ചോദിച്ചത് എന്നുള്ളതൊന്ന് നോക്കാം. എനി വുമൺ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും അതുപോലെ മെന്റിംഗ് വേൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞ വർഷം നമുക്കുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ചോദ്യങ്ങൾ നോക്കാം. ഐഡന്റിഫൈ ദ പോം ആൻഡ് ദ പോയറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് 4 ലൈൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഐ ആം ദെയർ വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ, their door against the wind and snow. Thou, whom a woman laid in manger, take me not till the children grow. ഈ ഒരു പോം ഏതാണ്, ഇത് എഴുതിയ പോയറ്റ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ എങ്ങനെ ആൻസർ എഴുതണം? ദ പോം ഇസ് എനി വുമൺ, റിട്ടൺ ബൈ ദ ഐറിഷ് പോയറ്റ് കാത്രീൻ ടിനാൻ. Okay, it is spoken in the voice of a mother, celebrating the quiet strength and selfless devotion of women within the home. അപ്പൊ ഇങ്ങനെ ഒരു ആൻസർ എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ആൻസർ പേപ്പർ നോക്കുന്ന ആൾക്ക് 1 മാർക്ക് നമുക്ക് അവിടെ തരാതിരിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പോം ഐഡന്റിഫൈ ചെയ്തു, പോയറ്റിനെ ഐഡന്റിഫൈ ചെയ്തു, ആ പോം എന്തിനെ കുറിച്ചാണ് എന്നുള്ളത് കൂടി നമ്മൾ അവിടെ മെൻഷൻ ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഹു ഇസ് thou referred to എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ലൈൻ നമുക്ക് തേർഡ് ലൈനിൽ thou എന്നുള്ള വാക്ക് കാണാം അല്ലെ. thou whom a woman laid in a manger അല്ലെ. അപ്പൊ ഇവിടെ thou എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം thou refers to God അല്ലെ. addressed here as the child whom a woman laid in a manger അല്ലെ. അതൊരു അല്യൂഷൻ ആണ് ടു ദ ഇൻഫാന്റ് ക്രൈസ്റ്റ് അല്ലെ. അപ്പം പുൽക്കൂട്ടിൽ ജനിച്ചവൻ എന്നുള്ള രീതിക്ക് ക്രൈസ്റ്റിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ thou എന്ന് റെഫർ ചെയ്യുന്നത് ഗോഡിനെയാണ് എന്ന് നമുക്ക് അവിടെ പറയാം. ദ മദർ പ്രേസ് ഡയറക്ട്ലി ടു ഗോഡ്, ആസ്കിംഗ് ടു ബി സ്പെയർഡ് അൺടിൽ ഹർ ഡ്യൂട്ടി ടുവേർഡ് ഹർ ചിൽഡ്രൻ ഇസ് കംപ്ലീറ്റ് അല്ലെ. അപ്പം മക്കളെ നോക്കാനായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് തനിക്ക് അല്ലെ, ആസ് എ വുമൺ, ആസ് എ മദർ. സോ അത് കംപ്ലീറ്റ് ആകുന്നത് വരെ, ഓക്കെ, എൻ്റെ മക്കൾ വളരുന്നത് വരെ എനിക്ക് ആപത്തൊന്നും വരരുത് എന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആരോടാണ് പ്രേ ചെയ്യുന്നത്? ഗോഡിനോടാണ്. സോ thou എന്നുള്ളത് ഗോഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ അടുത്ത ചോദ്യം എക്സ്പ്ലെയിൻ ദ ലൈൻസ് എന്നുള്ളതാണ്. അപ്പൊ ഈ 4 ലൈൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എന്തൊക്കെ പറയാം? ദ മദർ പിക്ചേഴ്സ് ഹെർസെൽഫ് ആസ് എ ഫാമിലീസ് പ്രൊട്ടക്ഷൻ അല്ലെ. അപ്പം മദർ തന്നെ എങ്ങനെയായിട്ടാണ് വിവരിക്കുന്നത്? ഫാമിലിയുടെ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിക്കാണ് അല്ലെ അമ്മയെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. എ വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ അല്ലെ, എല്ലാ ഡേഞ്ചേഴ്സ് അല്ലെ, എല്ലാ ഹാംഫുൾ ആയിട്ടുള്ള എലമെന്റ്സിൽ നിന്നും രക്ഷിക്കുന്ന അല്ലെ, കാക്കുന്ന ഒരു വാൾ എന്ന പോലെയാണ് അമ്മ എന്നാണ് പറയുന്നത്. ആൻഡ് എ ഡോ അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ അല്ലെ. വിൻഡ്, സ്നോ പോലെയുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെ ഹാർഡ്ഷിപ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റഫേഴ്സ് ആണ് വിൻഡും സ്നോവും ഒക്കെ. ഓക്കെ, അപ്പൊ അതിൽ നിന്നൊക്കെ മക്കളെ കാക്കുന്ന അമ്മ അല്ലെ, ആ ഒരു പിക്ചറൈസേഷൻ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഷീൽഡിങ് ഹർ ചിൽഡ്രൻ ഫ്രം എവറി ഹാർഡ്ഷിപ്പ്. ഓക്കെ, now over here it is recalling that God himself was once cradled by a mother. She pleads to be allowed to live until her own children are grown and no longer need her constant care അല്ലെ. അതായത് തൻ്റെ മക്കൾ വളർന്ന് വലുതാവുന്നത് വരെ തൻ്റെ ജീവന് യാതൊരുവിധ ആപത്തും സംഭവിക്കരുത് എന്ന് അമ്മ പ്രാർത്ഥിക്കുകയാണ് അല്ലെ ഇവിടെ. അപ്പൊ അതാണ് നമ്മളിവിടെ കാണുന്നത്. സോ വി ക്യാൻ സേ ദ ലൈൻ സെലിബ്രേറ്റ് ദ മദർ ആസ് ദ സൈലന്റ് പില്ലർ ഹു ഹോൾഡ്സ് ദ ഹോൾ ഹൗസ് ഹോൾഡ് ടുഗെദർ അല്ലെ. അപ്പം ഹൗസ് ഹോൾഡ് മുഴുവനായിട്ടും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സൈലന്റ് പില്ലർ ആയിട്ടാണ് ഇവിടെ അമ്മയെ കാണുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യം ഇതാണ്. ടു ഈച്ച് ദ ബൗൾഡേഴ്സ് ദാറ്റ് ഹാവ് ഫാളൻ ടു ഈച്ച് ആൻഡ് സം ആർ ലോവ്സ് ആൻഡ് സം സോ നിയർലി ബോൾസ് വി ഹാവ് ടു യൂസ് എ സ്പെൽ ടു മേക്ക് ദെം ബാലൻസ്. ഓക്കെ, ഇവിടെ ഈ ലൈൻസ് ഏതിലാണ് വരുന്നതെന്ന് നമുക്കറിയാം. ഏത് ഫോമാണിത്? ഇത് റോബർട്ട് ഫ്രോസ്റ്റിന്റെ മെൻഡിങ് വോൾ ആണ് അല്ലെ. അപ്പൊ അതില് വാട്ട് ഷേപ്സ് ആർ ദ ബോൾഡേഴ്സ് ഡിസ്ക്രൈബ്ഡ് ആസ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ബോൾഡേഴ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് ബീങ് ഷേപ്ഡ് ലൈക്ക് ലോവ്സ് ഓഫ് ബ്രെഡ് ആൻഡ് സം ആർ ആൾമോസ്റ്റ് പെർഫെക്റ്റ്ലി റൗണ്ട് ലൈക്ക് ബോൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഈ 2ാമത്തെ ലൈനിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ബോൾഡേഴ്സിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? വിത്ത് എ ഷേപ്പ് ഓഫ് ലൈക്ക് ലോവ്സ് ഓഫ് ബ്രെഡ് അല്ലെ. ബ്രെഡിന്റെ ലോവ്സ് പോലെയാണ് ചിലതുള്ളത് എന്നുണ്ടെങ്കിൽ ചിലത് ബോൾസ് പോലെ റൗണ്ട് ആയിട്ടാണുള്ളത് എന്നുള്ളതാണ് പറയുന്നത്.
So you can say these lines are from Mending Wall by Robert Frost, and the boulders are described as being shaped like loaves of bread, and some are most perfectly round like balls. Okay. റൈറ്റ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് വി ഹാവ് ടു യൂസ് എ സ്പെൽ ടു മേക്ക് ദം ബാലൻസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ഫോമിൽ വരുന്ന ആ ഒരു ലൈനാണ് വി ഹാവ് ടു യൂസ് എ സ്പെൽ ടു മേക്ക് ദം ബാലൻസ് എന്നുള്ളത്, അല്ലേ? അപ്പം അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം? സി ബിക്കോസ് ദ സ്റ്റോൺസ് ആർ വോട്ട് അൺഈവൻ ഷേപ്സ്, അല്ലെ? അവിടെ പറയുന്നുണ്ട് ഈ ബോൾഡേഴ്സ് അല്ലെങ്കിൽ സ്റ്റോൺസ് ഏത് ഷേപ്പിലുള്ളതാണ്? ബ്രെഡിന്റെ ലോഫ് ലൈക്ക്, അല്ലെ? അതുപോലെ ബോൾ ലൈക്ക് ഒക്കെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഓഡ് ആയിട്ടുള്ള അൺഈവൻ ആയിട്ടുള്ള ഷേപ്സ് ആണ് സ്റ്റോൺസിനുള്ളത് എന്നതുകൊണ്ട് തന്നെ ദ നെയ്ബേഴ്സ് മസ്റ്റ് ഹാൻഡിൽ ദം വിത്ത് ഗ്രേറ്റ് സ്കിൽ ആൻഡ് പേഷ്യൻസ് ടു സ്റ്റാക്ക് ദം സോ ദ വാൾ സ്റ്റേസ് സ്റ്റാൻഡിങ്, അല്ലെ? അപ്പൊ ഇത്തരത്തിൽ അൺഈവൻ ആയിട്ടുള്ള ഷേപ്സ് ആണ് സ്റ്റോൺസിനുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു നെയ്ബറിന്, അല്ലെ, ആ ഒരു വാള് ബിൽഡ് ചെയ്യുന്ന സമയത്ത് വളരെ പേഷ്യൻസും സ്കില്ലും ഒക്കെ ആവശ്യമായിട്ടുണ്ട്. ദെൻ ഓൺലി ദ വാൾ വിൽ സ്റ്റാൻഡ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ സ്പെൽ എന്നുള്ള വാക്ക് ഇറ്റ് ഈസ് യൂസ്ഡ് പ്ലേഫുള്ളി എന്നുള്ളതാണ് പറയേണ്ടത്. അടുത്തതായിട്ട് ഇറ്റ് ഈസ് നോട്ട് റിയൽ മാജിക് ബട്ട് ദ കെയർഫുൾ ട്രിക്ക് ഓർ നാക്ക് നീഡഡ് ടു ബാലൻസ് ഓക്വേർഡ് സ്റ്റോൺസ്, അല്ലെ? ഈ അൺഈവൻ ആയിട്ടുള്ള ഷേപ്സ് ഉള്ള സ്റ്റോൺസിനെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് വളരെ ലൈക്ക് ശ്രദ്ധാപൂർവം നമ്മളത് അറേഞ്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ആ ഒരു നാക്ക്, അല്ലെ, ആ ഒരു സ്കിൽ വേണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്പെൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് റിയൽ മാജിക്. Okay, it simply means careful trick or knack which is needed to balance awkward stones. Okay, ഇനി ഇതിന്റെ ഡീപ്പർ ലെവലിലുള്ള മീനിങ് കൂടി നമുക്ക് പറയാനായിട്ട് പറ്റും. ഓൺ എ ഡീപ്പർ ലെവൽ ഇറ്റ് ഹിൻസ് അറ്റ് ദ എഫേർട്ട് പീപ്പിൾ പുട്ട് ഇൻ ടു മെയിൻറ്റെയിനിങ് ബാരിയേഴ്സ് ആൻഡ് ട്രഡീഷൻസ് ഈവൻ വെൻ ദ റീസൺ ഫോർ ദം ഇസ് അൺക്ലിയർ, അല്ലെ? അതായത് ചില സമയത്ത് ചില സൊസൈറ്റീസിൽ ചില ബാരിയേഴ്സ് ആളുകൾ കൊണ്ടുവരാറുണ്ട്, അല്ലെ? ചില ഒബ്സ്ട്രക്ഷൻസ് കൊണ്ടുവരാറുണ്ട്, ചില ട്രഡീഷൻസ് ഫോളോ ചെയ്യാറുണ്ട്. പക്ഷെ അവർക്കൊന്നും അറിയില്ല എന്താണ് ഇതിന് പുറകിലുള്ള റീസൺ എന്നുള്ളത്, അല്ലെ? വിത്തൗട്ട് നോയിങ് ദ ക്ലിയർ റീസൺ ബിഹൈൻഡ് ദാറ്റ് ദേ ഫോളോ ഓൾ ദീസ് ബാരിയേഴ്സ് ആൻഡ് ട്രഡീഷൻസ്. ഓക്കെ, അപ്പൊ അതിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ലൈൻ കൂടിയാണ് ഇത് എന്നുള്ള രീതിക്ക് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, റൈറ്റ്. അപ്പം പോയട്രി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത്രയുമാണ് കഴിഞ്ഞ എക്സാമിന് വന്നത്. ഇനി നമുക്ക് ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഇത് കമ്പൽസറി ആയിട്ടും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. സോ ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ് എന്നുള്ള രീതിക്കുള്ള ചോദ്യങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. സോ ദ ഗിവൻ സെന്റൻസ് വാസ് അജിത് ഓപ്പൺ ദ ലെറ്റർ ആൻഡ് ക്രംബിൾഡ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് പാസീവിലോട്ട് മാറ്റണം. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുക? ഈ തന്നിരിക്കുന്ന സെന്റൻസ് ഏത് ടെൻസിലുള്ളതാണ് എന്ന് നോക്കുക. അപ്പൊ ഇവിടെ ഓപ്പൺഡ് എന്നുള്ള വാക്കാണുള്ളത്. അപ്പൊ ഓപ്പൺഡ് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണ്, അല്ലെ? പാസ്റ്റ് ടെൻസ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ വോയിസിൽ പാസീവ് വോയിസിൽ നിന്ന് ആക്റ്റീവിലോട്ട് മാറ്റുക, ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവിലോട്ട് മാറ്റുക എന്നൊക്കെ പറയുമ്പം സബ്ജക്റ്റും ഒബ്ജക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പൊ ഇവിടെ അജിത്ത് സബ്ജക്റ്റ് ആണ്, ലെറ്റർ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തു. അപ്പൊ ദ ലെറ്റർ ആദ്യ ഭാഗത്ത് വന്നു, അജിത്ത് അവസാന ഭാഗത്തോട്ട് പോയി. ഓക്കെ, ഇനി അവസാന ഭാഗത്തോട്ട് പോയ ആളുടെ മുന്നേ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ബൈ എന്ന് ആഡ് ചെയ്യണം. ഇനി നമുക്കറിയാം പാസ്റ്റ് ടെൻസ് ആണ് തന്നിരിക്കുന്നത്, അല്ലെ? ഇനി ദ ലെറ്റർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അല്ലെ? അപ്പൊ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ്. ഓക്കെ, സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് എന്താണത്? ലെറ്റർ, അല്ലെ? ലെറ്റർ. അപ്പൊ ഇനി പാസ്റ്റ് ടെൻസിൽ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ട വേർബ് ഏതാണ്? വാസ് ആണോ വേർ ആണോ? നമുക്കറിയാം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് വാസ് ആണ്, അല്ലെ? സോ എങ്ങനെ വരും? ദ ലെറ്റർ വാസ് ഓപ്പൺഡ് ആൻഡ് ക്രംബിൾഡ് ബൈ അജിത്ത് എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആന്റോണിയോ ആൻഡ് ഫെലിക്സ് ഫൗട്ട് എ ടഫ് മാച്ച് എന്നുള്ളതാണ് തന്നിരുന്ന സെന്റൻസ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? പാസീവിലോട്ട് മാറ്റണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ആന്റോണിയോ ആൻഡ് ഫെലിക്സ് ആണ്. ഇവിടുത്തെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് എ ടഫ് മാച്ച് ആണ്. ഓക്കെ, ഇനിയോ ഇവിടെ തന്നിരിക്കുന്ന സബ്ജക്റ്റ് ഈ തന്നിരിക്കുന്ന സെന്റൻസിന്റെ ലൈക്ക് ടെൻസ് ഏതാണ്? ഇവിടെ ഫൗട്ട് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് പാസ്റ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? മുന്നേ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, ആ ടഫ് മാച്ച് എന്നുള്ളത് ആദ്യ ഭാഗത്ത് വരുന്നു, ആന്റോണിയോ ആൻഡ് ഫെലിക്സ് എന്ന് പറയുന്ന അവസാന ഭാഗത്തോട്ട് പോകുന്നു. ഈ അവസാന ഭാഗത്തോട്ട് പോയതിന് മുന്നേ നമ്മൾ ആ ബൈ ആഡ് ചെയ്യുന്നു. ഇനിയോ ആ ടഫ് മാച്ച് എന്നുള്ളത് സിംഗുലർ ആണ്. അപ്പൊ പാസ്റ്റില്
സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ ആയിട്ടുള്ള വേർബിന്റെ ഫോമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ വാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വാസിന്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യണം? V3 ആഡ് ചെയ്യണം. അപ്പോൾ ഫൈറ്റ് എന്നുള്ള വാക്കിന്റെ V3 എന്താണ്? ഫൗട്ട് ആണ്. അപ്പോൾ വാസ് ഫൗട്ട് എന്ന് വരും. ഓക്കെ, സോ എ ടഫ് മാച്ച് വാസ് ഫൗട്ട് ബൈ അന്റോണിയോ ആൻഡ് ഫെലിക്സ് എന്ന് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആക്റ്റീവിൽ നിന്ന് പാസീവിലോട്ട് സെന്റൻസസ് ചേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, സബ്ജക്റ്റും ഒബ്ജക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. ഓക്കെ, തന്നിരിക്കുന്ന സെന്റൻസിൽ ടെൻസ് ഏതാന്ന് നോക്കുക, വേർബിന്റെ ടെൻസ് ഏതാന്ന് നോക്കുക. അതിനനുസരിച്ച് വാസ് ആണോ, വെയർ ആണോ, ഹാസ് ആണോ, ഹാവ് ആണോ വേണ്ടത് എന്നുള്ളത് നോക്കുക. എന്നിട്ട് അതിന്റെ കൂടെ V3 യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് റിപ്പോർട്ടഡ് സ്പീച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് നോക്കാം. ഫെലിക്സ് സെഡ് ഐ ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് അവർ ഫൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുന്ന സമയത്ത് എന്തായിട്ട് മാറും? ഹാഡ് ബീൻ എന്നായിട്ട് മാറും. ഓക്കെ, അപ്പം തന്നിരിക്കുന്ന സെന്റൻസ് നോക്കുക. ഫെലിക്സ് സെഡ് ഐ ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് അവർ ഫൈറ്റ്. ഇതിൽ രണ്ട് പ്രണംസ് വന്നിട്ടുണ്ട്, ഒന്ന് ഐയും ഒന്ന് അവറും. ഓക്കെ, അപ്പൊ ഇവിടെ ഐ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫെലിക്സിനെയാണ്, അവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോത്ത് ഫെലിക്സ് ആൻഡ് അന്റോണിയോനെയാണ്. ഓക്കെ, ഇത് മാറ്റുമ്പോൾ എങ്ങനെ വരും? ഫെലിക്സ് സെഡ് ദാറ്റ്, അല്ലെ, കണക്ടിങ് വേർഡ് ആയിട്ട് ദാറ്റ് വരുന്നു. കാരണം എന്താണ്? ഈ തന്നിരിക്കുന്നത് ഒരു അസേർട്ടീവ് സെന്റൻസ് ആണ്. ഓക്കെ, അപ്പൊ അസേർട്ടീവ് സെന്റൻസസ് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പം അവിടെ കണക്ടിങ് വേർഡ് ആയിട്ട് ദാറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഫെലിക്സ് സെഡ് ദാറ്റ്. നൗ ഐ എന്നുള്ളത് ഫെലിക്സിനെയാണ് ഉദ്ദേശിക്കുന്നത്, അപ്പൊ ഹി എന്നായിട്ട് മാറും. ഇനി ഹാവ് ബീൻ എന്തായിട്ട് മാറും? ഹാഡ് ബീൻ എന്തായിട്ട് മാറും. സോ ഹാവ് ബീൻ തിങ്കിങ് എന്നുള്ളത് ഹാഡ് ബീൻ തിങ്കിങ് എന്നായിട്ട് മാറി. അബൌട്ട് അവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് പേരിനെയാണ്, അല്ലെ. അപ്പൊ അവർ എന്നുള്ളത് എന്തായിട്ട് മാറും? ദെയർ എന്നായിട്ട് മാറും. സോ അബൌട്ട് ദെയർ ഫൈറ്റ് എന്നായി മാറി. ഓക്കെ, അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുന്ന സമയത്ത് അത് ഫുൾ സ്റ്റോപ്പിലാണ് എപ്പോഴും അവസാനിക്കുക. ഓക്കെ, അത് ക്വസ്റ്റൻ ആണെങ്കിൽ കൂടി അത് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പം അത് ഫുൾ സ്റ്റോപ്പിൽ വേണം അവസാനിക്കാനായിട്ട്. ഓക്കെ, അടുത്ത ചോദ്യം. മാർത്ത ആസ്ക്ഡ് ജോൺ ഡിഡ് യു ഹാവ് യുവർ ലഞ്ച്. ഓക്കെ, നമ്മളിത് നോക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഡിഡ് യു ഹാവ് യുവർ ലഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, അല്ലെ. ഇപ്പൊ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കണക്ടിങ് വേർഡ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഇഫ് അല്ലെങ്കിൽ വെദർ ആണ്. ഓക്കെ, ഇത് എപ്പോഴും ഓർക്കുക. അസേർട്ടീവ് സെന്റൻസ് ആണെങ്കിൽ കണക്ടിങ് വേർഡ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ദാറ്റ് ആണ്. യെസ് ഓർ നോ സെന്റൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇഫ് അല്ലെങ്കിൽ വെദർ ആണ്. സോ ഇവിടെ മാർത്ത ആസ്ക്ഡ് ജോൺ ഡിഡ് യു ഹാവ് യുവർ ലഞ്ച്. ഈ ഡിഡ് യു ഹാവ് യുവർ ലഞ്ച് എന്നുള്ളത് പാസ്റ്റ് ടെൻസിലാണ് ഉള്ളത്, അല്ലെ. ഇപ്പൊ നമ്മളിത് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ഇത് എന്തായിട്ട് മാറണം? പാസ്റ്റ് ടെൻസ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റണം, അല്ലെ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലോട്ട് മാറ്റണം. ഓക്കെ, അപ്പൊ മാർത്ത ആസ്ക്ഡ് ജോൺ ഇഫ് ഓർ വെദർ, അല്ലെ. അത് കഴിഞ്ഞ് ഇത് ക്വസ്റ്റ്യൻ ആണ്, അല്ലെ. ഡിഡ് യു ഹാവ് യുവർ ലഞ്ച്. അപ്പൊ അത് നമ്മൾ മാറ്റുമ്പോൾ എന്തായിട്ട് മാറും? ഡിഡ് യു ഹാവ് യുവർ ലഞ്ച് എന്നുള്ളത് ഡിഡ് യു ഹാവ് യുവർ ലഞ്ച് എന്നുള്ളത് ക്വസ്റ്റ്യൻ നമ്മൾ മാറ്റുന്ന സമയത്ത് യു ഡിഡ് ഹാവ് യുവർ ലഞ്ച് എന്നായിട്ട് മാറും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുമ്പം യു ഡിഡ് ഹാവ് യുവർ ലഞ്ച് എന്നായിട്ട് മാറും. ഓക്കെ, ഇനി ഇത് പാസ്റ്റ് ഫോമിലേക്ക് മാറ്റുമ്പം എന്തായിട്ട് മാറും? സി, യു എന്നുള്ളത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ജോണിനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ. സോ ആ പ്രൊനൗൺ എന്ത് വരും? ഹി എന്ന് വരും. പിന്നെയോ ഡിഡ് ഹാവ് എന്നുള്ളത് പാസ്റ്റ് ഫോമിലേക്ക് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റുന്ന സമയത്ത് എന്ത് വരും? ഹാഡ് എന്നായിട്ട് മാറും, അല്ലെ. ഹാഡ് ഹിസ് ലഞ്ച് എന്ന് വരും. ഓക്കെ, യുവർ എന്നുള്ളത് എന്തായിട്ട് മാറും? ഹിസ് എന്നായിട്ട് മാറും. ഓക്കെ, സോ അവസാനം എങ്ങനെയാണ് സെന്റൻസ് വരുന്നത്? മാർത്ത ആസ്ക്ഡ് ജോൺ ഇഫ് വെദർ ഹി ഹാഡ് ഹിസ് ലഞ്ച് എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ തന്നിരിക്കുന്ന സെന്റൻസിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുന്നത്. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം നോക്കാം. കറക്റ്റ് ടെൻസ് ഓഫ് ദ വേർബ് കണ്ടുപിടിക്കാനായിട്ടുള്ള ചോദ്യമാണ്. തന്നിരിക്കുന്ന സെന്റൻസ് ഇതാണ്. ഐ ഡാഷ് സ്കൂൾ അ ലിറ്റിൽ ലേറ്റ് ദിസ് മോർണിംഗ്, അല്ലെ. ഇന്ന് രാവിലെ ഞാൻ സ്കൂൾ എത്താനായിട്ട് കുറച്ച് ലേറ്റ് ആയി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ റീച്ച് ആണ് തന്നിരിക്കുന്ന വേർബ്. അപ്പം ഇവിടെ
ഇന്ന് രാവിലെ കഴിഞ്ഞു പോയ ഒരു കാര്യമാണ് അല്ലെ. സോ പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. സോ ഐ റീച്ച് സ്കൂൾ എ ലിറ്റിൽ ലേറ്റ് ദിസ് മോർണിംഗ് എന്ന് വരും. ഇനിയോ മൈ ഫ്രണ്ട് വാസ് വെയിറ്റ് ദെയർ ഫോർ മീ അല്ലെ. അപ്പൊ എൻ്റെ ഫ്രണ്ട് എന്നെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ അങ്ങനെ ആകുമ്പം നമുക്ക് അവിടെ കണ്ടിന്യൂസ് ഫോം ആണ് വേണ്ടത്. സോ മൈ ഫ്രണ്ട് വാസ് വെയിറ്റിംഗ് ദെയർ ഫോർ മീ എന്ന് വരും. ഓക്കെ, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമുക്ക് അവിടെ വേണ്ടത്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഒരു കംപ്ലീറ്റ് സിംഗിൾ ആക്ഷനെ കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യും. പക്ഷേ ഒരു ആക്ഷൻ ഓൾറെഡി ഇൻ പ്രോഗ്രസ് അറ്റ് ദാറ്റ് പാസ്റ്റ് മൊമെന്റ് ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ റീച്ച്ഡും വാസ് വെയിറ്റിംഗും വരുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നു. ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ പ്ലേ, സ്റ്റോറീസ് ആൻഡ് സ്പീച്ച് ഇൻ ദ സിലബസ്. ഓക്കെ, അതിൽ ആദ്യത്തെ ചോദ്യം ഒരു ബ്ലർബ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. റൈറ്റ് എ ഷോർട്ട് ബ്ലർബ് ഫോർ ദ പ്ലേ ദ അവർ ഓഫ് ട്രൂത്ത് ഹൈലൈറ്റിംഗ് ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ മൊറാലിറ്റി ആൻഡ് മണി. ഓക്കെ, അപ്പൊ ഇവിടെ ബ്ലർബ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഒരു ബോക്സ് ഒക്കെ വരയ്ക്കും അല്ലെ. എന്നിട്ട് നമ്മൾ ആ ഒരു ബ്ലർബിൽ കൊടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അല്ലെ, അത് കൊടുക്കും. റോബർട്ട് ബോൾവിൻ, an honest bank secretary, must testify against his employer John Grisham, who is on trial for misusing bank funds. Grisham secretly offers Baldwin a huge sum to say, I don't remember, on the stand, and Baldwin's own family, tempted by the money, pressures him to accept. Disgusted but unshaken, Baldwin refuses the bribe, choosing integrity over riches, even at the cost of his family's approval. A gripping one-act drama that asks, what is the true price of honesty, and can love for money outweigh love for what is right? ഓക്കെ, അപ്പൊ ഇത് വായിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ബുക്ക് വായിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വൺ ആക്ട് ഡ്രാമ വായിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി അത് വായിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനെ ഹുക്കിംഗ് ആയിട്ടുള്ള, ഓക്കെ, അറ്റൻഷൻ ഗ്രാബിംഗ് ആയിട്ടുള്ള ആ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ വേണം നമ്മളിവിടെ കൊടുക്കാനായിട്ട്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഷോർട്ട് ബ്ലർബ് റെഡിയാക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഡസ് എമിഗോ ബ്രദേഴ്സ് ടീച്ച് us about സ്പോർട്സ്മാൻഷിപ്പ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ സ്പോർട്സ്മാൻഷിപ്പിനെ കുറിച്ചും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും അമിഗോ ബ്രദേഴ്സ് എന്നുള്ള ആ ഒരു സ്റ്റോറി എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ പറയുന്നു ആന്റോണിയും ഫെലിക്സും ലൈഫ് ലോങ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ആൻഡ് ദേ മസ്റ്റ് ബോക്സ് ഈച്ച് അതർ ഇൻ ദ ഫൈനൽ ഓഫ് എ ബോക്സിംഗ് ടൂർണമെന്റ്. യെറ്റ് നീദർ ലെറ്റ്സ് എ റിവാൽറി പോയ്സൺ ദെയർ ബോണ്ട് അല്ലെ. ഒരു ബോക്സിംഗ് ടൂർണമെന്റിന്റെ ഫൈനലിൽ അവര് മുഖാമുഖം കാണേണ്ടി വരുന്നു. പക്ഷേ അവരുടെ ആ ഒരു ബോണ്ട് അല്ലെ ഇൻടാക്റ്റ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ബിഫോർ ദ ഫൈറ്റ് ബോത്ത് പ്രൈവറ്റ്ലി ട്രെയിൻ ഹാർഡ് ആൻഡ് റിസോൾവ് ടു ഗിവ് ദെയർ ബെസ്റ്റ്, ഷോയിങ് ദാറ്റ് ട്രൂ സ്പോർട്സ്മാൻഷിപ്പ് മീൻസ് ഫൈറ്റിംഗ് ഫെയർലി, നോട്ട് ഹാഫ് ഹാർട്ടഡ്ലി ഔട്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ ഇവിടെ സ്പോർട്സ്മാൻഷിപ്പിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സ്പോർട്സ്മാൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഈ ഒരു സ്റ്റോറിയിൽ എങ്ങനെയാണ് സ്പോർട്സ്മാൻഷിപ്പ് അതായത് ഡിഫൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ആ ഒരു പോസിറ്റീവ് ആസ്പെക്ട് നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുന്നു. പിന്നെയോ after the fierce bout, win and loss are forgotten as the two embrace, proving that real friendship survives കോമ്പറ്റീഷൻ. ഓക്കെ, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിന് ഈ ഒരു സ്റ്റോറിയിലുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ അവിടെ പറയുന്നത്. ഓക്കെ, റിയൽ ഫ്രണ്ട്ഷിപ്പ് സർവൈവ്സ് കോമ്പറ്റീഷൻ എന്നുള്ളതാണ് പറയുന്നത്. Okay, now the moral of the story. The story teaches that ambition and loyalty can coexist. One can compete honestly without letting it damage a genuine relationship. അല്ലെ, ഒരു ജെന്വിൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഡാമേജ് ചെയ്യാതെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ആംബിഷനും ലൊയാലിറ്റിയും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ അമിഗോ ബ്രദേഴ്സ് എന്നുള്ള സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നത് എന്നതാണ് നമ്മളവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, why does Christine Lagarde say that leadership is the final step in women's empowerment? ഓക്കെ, അപ്പൊ നമ്മൾ ക്രിസ്റ്റീൻ ലഗാർഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ 3 L's കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലെ. ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. അപ്പൊ അതിൽ ലീഡർഷിപ്പ് ആണ് സ്ത്രീകളുടെ ശാക്തീകരണത്തിന് ഏറ്റവും ഫൈനൽ സ്റ്റെപ്പായിട്ട് പ്രവർത്തിക്കുന്നത് എന്നതാണ് ക്രിസ്റ്റീൻ പറയുന്നത്. സോ വൈ ഇസ് ഇറ്റ് സോ എന്നതാണ് ചോദ്യം. അപ്പൊ നമ്മൾ പറയണം, ലഗാർഡ് ആർഗ്യൂസ് ദാറ്റ് എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് ലീഗൽ റൈറ്റ്സ് അലോൺ ഡു നോട്ട് കംപ്ലീറ്റ് വിമൻസ് എംപവർമെന്റ് അല്ലെ. അപ്പോൾ ഒരു സ്ത്രീക്ക് എഡ്യൂക്കേഷനും എംപ്ലോയ്മെന്റും മാത്രം പോരാ
അല്ലെ, ആ ഡിസിഷൻ മേക്കിംഗ് പവറും ലീഡർഷിപ്പ് പൊസിഷൻസും ഒക്കെ കൂടി ഉണ്ടായാലേ സ്ത്രീകൾക്ക് ആ ഒരു വിമൻ എംപവർമെന്റ് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് ക്രിസ്റ്റീൻ പറയുന്നത്, അല്ലെ. സോ ഓൺലി വെൻ വിമൻ ലീഡ് ഇൻ ഗവൺമെന്റ്സ്, ബിസിനസ്സസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ പോളിസീസ് ജെനുവിൻലി റിഫ്ലക്ട് ആൻഡ് പ്രൊട്ടക്ട് വിമൻസ് ഇൻട്രസ്റ്റ്, അല്ലെ. അപ്പം സ്ത്രീകളുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്ത്രീകൾ ലീഡർഷിപ്പ് റോൾസിലോട്ട് വരണം എന്നുള്ളതാണ് പറയുന്നത്. സോ ലീഡർഷിപ്പ് റെപ്രസെന്റ്സ് ദ ഫൈനൽ മോസ്റ്റ് വിസിബിൾ പ്രൂഫ് that women's voices are being heard and respected at every level of society. ഓക്കെ, ഇപ്പൊ ലീഡർഷിപ്പ് റോൾസിൽ സ്ത്രീകൾ വരുമ്പോഴാണ് ആ ഒരു സ്ത്രീകളുടെ വോയിസസ്, അല്ലെ, അത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തപ്പെടുകയുള്ളൂ, അല്ലെ. ഓരോ ലെവലിലും, അല്ലെ, സൊസൈറ്റിയുടെ ഏതൊരു ലെവലിലാണെന്നുണ്ടെങ്കിൽ അവർ റെസ്പെക്ട് ചെയ്യപ്പെടുകയുള്ളൂ, അല്ലെ. അപ്പൊ അതിനൊക്കെ വിസിബിൾ ആയിട്ടുള്ള ഒരു പ്രൂഫാണ് ലീഡർഷിപ്പ് സ്ത്രീകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സോ ദേ മസ്റ്റ് take up leadership roles, then only their voices will be heard and they'll be respected at every level of society എന്ന് പറയാം. So without this last step, earlier gains in learning and livelihood remain incomplete since real influence over decisions is still missing, അല്ലെ. അപ്പം ലേണിംഗ്, അല്ലെ, എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും എംപ്ലോയ്മെന്റ് ഉണ്ടെങ്കിലും ലീഡർഷിപ്പ് റോൾസ് അസൈൻ ചെയ്യുന്ന സമയത്താണ് ശരിക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ അവരുടെ കയ്യിലേക്ക് എത്തുന്നത്, അല്ലെ. അപ്പോഴാണ് വിമൻ എംപവർമെന്റ് കംപ്ലീറ്റ് ആവുന്നത് എന്നാണ് ക്രിസ്റ്റീൻ പറയുന്നത് എന്നാണ് നമ്മളിവിടെ പറയേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. പ്രിപ്പയർ എ ഷോർട്ട് അസംബ്ലി സ്പീച്ച് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് മദേഴ്സ് ഇൻസ്പയർഡ് ബൈ ദ പോം എനി വുമൺ. ഓക്കെ, ഇപ്പൊ ഒരു ഷോർട്ട് സ്പീച്ച് ആണ് പറഞ്ഞിരിക്കുന്നത്. അസംബ്ലിയിൽ പറയുന്നതിനായിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് മദേഴ്സ് ആണ് ടോപ്പിക് ആയിട്ട് വരുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എന്നുള്ള രീതിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ടോ ഇൻ ഹർ പോം എനി വുമൺ, കാതറിൻ ഡിനാൻ ഡിസ്ക്രൈബ്സ് എ മദർ ആസ് എ വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ ആൻഡ് ദ ഡോർ അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ ഓഫ് എ ഹോം, അല്ലെ. അപ്പൊ എനി വുമണിൽ കാത്രീൻ ടിനാൻ വുമണിനെ അല്ലെങ്കിൽ മദേഴ്സിനെ എങ്ങനെയാണ് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം പറയുന്നു. ദെൻ എവറി മദർ ക്വൈറ്റ്ലി ക്യാരീസ് ദിസ് റോൾ, പ്രൊട്ടക്ടിങ്, സാക്രിഫൈസിങ് ആൻഡ് ഹോൾഡിംഗ് ദ ഫാമിലി ടുഗെദർ, ഓഫൺ വിതൗട്ട് റെക്കഗ്നിഷൻ, അല്ലെ. പലരും റെക്കഗ്നൈസ് ചെയ്യാതെ പോകുന്ന കാര്യങ്ങളാണ്, അല്ലെ. ലൈക്ക് മദേഴ്സ് എത്രമാത്രം പ്രൊട്ടക്റ്റീവ് ആണ്, സാക്രിഫൈസിങ് ആണ്, അല്ലെ, ഹൗ ദേ ഹോൾഡ് ദ ഫാമിലി ടുഗെദർ എന്നുള്ളതൊക്കെ ലൈക്ക് പലപ്പോഴും റെക്കഗ്നൈസ് ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ളത് നമുക്ക് അവിടെ പറയാം. ഓക്കെ, നൗ ലെറ്റ് us take a moment today to thank our mothers for the silent strength that shapes our lives. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ലാസ്റ്റ് കൺക്ലൂഡിംഗ് ലൈൻ, ഓക്കെ, വിച്ച് ഇൻക്ലൂഡ്സ് എ കോൾ ഫോർ ആക്ഷൻ നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നു. എന്നിട്ട് താങ്ക് യു എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഇത്രയും മതി, 4 മാർക്കല്ലേ ഉള്ളൂ, റൈറ്റ്. അടുത്ത ചോദ്യം, റൈറ്റ് 4 points for or against boundaries are necessary to maintain good relationships എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ചോദ്യം വ്യക്തമായിട്ട് വായിക്കുക. ഫോർ ഓർ അഗെയിൻസ്റ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നുകിൽ 4 പോയിന്റ്സ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ സപ്പോർട്ട് ചെയ്ത് പറയാം, ഈ സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്ത് പറയാം, അതല്ലെങ്കിൽ ഇതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് നമുക്ക് 4 പോയിന്റ്സ് പറയാം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഞാൻ 4 പോയിന്റ്സ് ജോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ബൗണ്ടറീസ് ഹെൽപ്പ് ഈച്ച് പേഴ്സൺ പ്രിസർവ് ദെയർ ഇൻഡിവിജ്വാലിറ്റി ആൻഡ് സെൽഫ് റെസ്പെക്ട് വിതിൻ എ റിലേഷൻഷിപ്പ്. ഓക്കെ, ഞാനിവിടെ ഐ എം സ്പീക്കിംഗ് ഫോർ ദ ടോപ്പിക്. ഓക്കെ, ബൗണ്ടറീസ് നെസസറി ആണ് ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്ന് പറയുന്ന 4 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ 4 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഫോർ ഓർ അഗെയിൻസ്റ്റ് അക്കോർഡിംഗ് ടു യുവർ വിഷ് യു ക്യാൻ ഇൻക്ലൂഡ്. ഓക്കെ, അടുത്തത്, ഡിസ്ക്രൈബ് ദ ക്യാരക്ടർ ഓഫ് ജോൺ ഇൻ ദ അവർ ഓഫ് ട്രൂത്ത്. വാട്ട് ഇസ് ഹിസ് റിയാക്ഷൻ ടു ദ ബ്രൈബ് റിവീൽ എന്നതാണ് ചോദ്യം. ഇപ്പൊ ജോണിന്റെ ക്യാരക്ടർ സ്കെച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ജോൺ റോബർട്ട് ബോൾബിന്റെ സണ്ണാണ് എന്ന് പറയാം. ആള് യങ് ആണ്, അല്ലെ. ഇനീഷ്യലി ഡാസിൽ ബൈ ദ ഹ്യൂജ് സം ഓഫ് മണി ഗ്രഷം ഓഫേഴ്സ് ഹിസ് ഫാദർ, അല്ലെ. അപ്പോ ലൈക്ക് ഗ്രഷം തന്റെ അച്ഛന്, അല്ലെ, റോബർട്ട് ബോൾബിന് ഒരു ഹ്യൂജ് സം ഓഫ് മണി ഓഫർ ചെയ്തു എന്നറിയുന്ന സമയത്ത് ഹി വാസ് ഇനീഷ്യലി ഡാസിൽഡ്, അല്ലെ. ആൻഡ് ഹി ജോയിൻസ് ഹിസ് മദർ ആൻഡ് സിസ്റ്റർ ഇൻ ഏർജിംഗ് ബോൾവിൻ ടു ആക്സെപ്റ്റ് ദ ബ്രൈബ്, ആർഗ്യൂയിങ് ദാറ്റ് നോബഡി വിൽ എവർ നോ ഇറ്റ്, അല്ലെ. അപ്പം തന്റെ അമ്മയോടും സിസ്റ്ററോടും കൂടെ ജോണും ബോൾവിനെ ലൈക്ക് ആ ഒരു ബ്രൈബ് ആക്സെപ്റ്റ് ചെയ്യുന്നതിനായിട്ട് പറയുന്നുണ്ട്, അല്ലെ, പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. ഹിസ് ക്വസ്റ്റ്യൻ വാസന്റ് ഇറ്റ് ബിക്കോസ് യു ആർ അഫ്രേഡ് ഓഫ് വാട്ട് വി വുഡ് സേ ഷോസ് എ ഫ്ലാഷ് ഓഫ് ഗിൽറ്റ് ആൻഡ് സെൽഫ് അവയർനെസ് അബൌട്ട് ദ ഫാമിലീസ് റോൾ ഇൻ ടെംപ്റ്റിംഗ് ഹിസ് ഫാദർ. ഓക്കെ, ഇപ്പൊ ജോണിന്റെ ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് ജോൺ ചോദിക്കുന്നുണ്ട്, അല്ലെ, അതായത് മറ്റുള്ളവരെന്ത് പറയും അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് പറയും എന്നുള്ള ആ ഒരു ആലോചനയിലല്ലേ താങ്കൾ ഈ ബ്രൈബ് സ്വീകരിക്കാത്തത് എന്നുള്ള ആ ഒരു ചോദ്യം ആക്ച്വലി shows a flash of guilt and self-awareness about the family's role in tempting his father.
Okay, so his reaction reveals how easily even good, loving families can be swayed by money. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. And how greed can briefly cloud one's sense of right and wrong. അല്ലെ? അപ്പം അതായത് എത്ര നല്ല ഫാമിലി ആണെങ്കിലും എത്ര നല്ല ആളുകളാണെങ്കിലും പണം വരുന്നതോട് കൂടിയിട്ട് പണത്തിന് ഇവരെയൊക്കെ കറപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വല്ലാത്ത കഴിവുണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു പ്ലേ ആണ് ദ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റ് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു വക്താവ് എന്നുള്ള രീതിക്ക് നമുക്ക് ജോണിനെ കാണാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ നേരെ പോകുന്നത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിലോട്ടാണ്. ഓക്കെ, ഇതിൽ പാരഗ്രാഫ് റൈറ്റിംഗ്, ലെറ്റർ റൈറ്റിംഗ്, അതുപോലെ സ്പീച്ച് റൈറ്റിംഗ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഓരോന്നിനും 6 മാർക്കുകൾ വീതമാണ്. ഓക്കെ, 15 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ. ഇതിൽ ഏതെങ്കിലും 5 എണ്ണമാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഏതാണ്ട് 100 മുതൽ 120 വേർഡ്സ് ആണ് ഇതിന് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോവാം. As moderator of a panel on listening and empathy inspired by Horigalu, give an introductory speech എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പാനൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെ മോഡറേറ്റർ ആയിട്ട് നമ്മൾ ഉണ്ട്. ഇപ്പോൾ ലിസണിങ് ആൻഡ് എംപതി എന്നുള്ള ടോപ്പിക് റിലേറ്റഡ് ആയിട്ടാണ് പാനൽ ഡിസ്കഷൻ നടക്കുന്നത്. ഇപ്പോൾ ഹൊറൈഗുല്ലു എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെ, ആ ഒരു പെർട്ടിക്കുലർ റൈറ്റർ, അത് റിലേറ്റഡ് ആയിട്ട് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന ഒരു പാനൽ ഡിസ്കഷനാണ്. അപ്പം അതിൻ്റെ ഇൻട്രൊഡക്ടറി സ്പീച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം എന്തൊക്കെ നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ വി നീഡ് ടു ഹാവ് എ ഗ്രീറ്റിംഗ്. സോ ഗുഡ് മോർണിംഗ് എവ്രി വൺ ആൻഡ് വെൽക്കം ടു ടുഡേസ് പാനൽ ഡിസ്കഷൻ ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ലിസ്ണിംഗ് ആൻഡ് എംപതി ഇൻ എവറി ഡേ ലൈഫ് എന്നുള്ള രീതിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. In her essay, Horigallu, Sudhamurthy describes the stone platforms under banyan trees where tired travelers once rested and shared their troubles with willing listeners, human Horigallus. ഓക്കെ, അപ്പോൾ ഹൊറിഗല്ലുവിനെ കുറിച്ച് അവിടെ ആദ്യം എന്താണ് എന്ന് പറയുന്നു. അതിനുശേഷം ഹ്യൂമൻ ഹൊറിഗല്ലൂസ് എന്നതുകൊണ്ട് സുധാമൂർത്തി ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് നമ്മളവിടെ മെൻഷൻ ചെയ്യുന്നു. ദെൻ in today's fast-paced world, we have forgotten how healing it is simply to listen without judging or advising. അല്ലെ? അപ്പോൾ ഈ ഒരു ഫാസ്റ്റ് പേസ്ഡ് വേൾഡിൽ ഈ ഒരു മറ്റാരെയും ജഡ്ജ് ചെയ്യാതെ അവരെ കേൾക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് അല്ലെ, ഒരാൾ നമ്മളോടൊരു കാര്യം ഷെയർ ചെയ്യുന്ന സമയത്ത് അവരെ ജഡ്ജ് ചെയ്യാതെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് എത്രമാത്രം ഹീലിംഗ് കപ്പാസിറ്റി ഉള്ള ഒന്നാണ് എന്നുള്ളത് പലരും മറന്നു പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. Okay, so our panel today will explore how patient listening and quiet empathy, like the grandfather under the banyan tree, can lighten another person's burden. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പാനൽ ഡിസ്കഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ പേഷ്യൻ്റ് ലിസ്ണിങ്ങും ക്വൈറ്റ് എംപതിയും എങ്ങനെയാണ് മറ്റുള്ള ആളുകളുടെ ലൈഫിലെ ബേർഡൻ അല്ലെ ലൈറ്റൻ ചെയ്യുന്നത്, കുറയ്ക്കുന്നത് എന്നതാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ലൈക്ക് ദ ഗ്രാൻഡ് ഫാദർ അണ്ടർ ദ ബാനിയൻ ട്രീ. ഓക്കെ, നൗ ഇൻട്രൊഡക്ടറി സ്പീച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ഐ നൗ ഇൻവൈറ്റ് അവർ പാനലിസ്റ്റ് ടു ഷെയർ ദെയർ തോട്ട്സ് എന്നുള്ള രീതിക്ക് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ ഓവർ ടു യു എന്ന് പറഞ്ഞ് പറയാം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച് എഴുതേണ്ടത് വെൻ ഇറ്റ് കംസ് ടു പാനൽ ഡിസ്കഷൻ. ഓക്കെ, അടുത്തത് ഒരു ഇന്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ആസ് എ ജേർണലിസ്റ്റ് ഇന്റർവ്യൂയിങ് നോമിത, ഫ്രെയിം 6 ക്വസ്റ്റ്യൻസ് വിത്ത് ലൈക്ലി റെസ്പോൺസസ് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കുക, 6 ക്വസ്റ്റ്യൻസ് എന്ന് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 ചോദ്യങ്ങൾ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതിയാവും. വിത്ത് ലൈക്ലി റെസ്പോൺസസ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ആൻസേഴ്സ് കൂടെ നിങ്ങൾ അവിടെ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാലാണ് കംപ്ലീറ്റ് ആയിട്ട് 6 മാർക്കും നമുക്കവിടെ കിട്ടുകയുള്ളൂ. ഓക്കെ, സോ ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു ബി കോൺസ്റ്റന്റ്ലി ആസ്ക് ഫോർ മണി ബൈ യുവർ ഫാമിലി? ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇറ്റ് ഈസ് ഹ്യൂമിലേറ്റിംഗ്. I feel torn between love for my mother and shame before my husband's family. ഓക്കെ, അപ്പം ഇത്തരത്തിൽ ചോദ്യങ്ങൾ 6 ചോദ്യങ്ങളും 6 ഉത്തരങ്ങളും അതിൻ്റേതായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഉത്തരങ്ങളും എന്നുള്ള രീതിക്കാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇങ്ങനെ വേണം നമ്മൾ ലൈക്ക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഫ്രെയിം ചെയ്യാനായിട്ട്. ഇറ്റ് മസ്റ്റ് നോട്ട് ബി ടൂ ലോങ്. ഓക്കെ, ചോദ്യം അതിനനുസരിച്ച് ഉത്തരം എന്നുള്ള രീതിക്ക് ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. റൈറ്റ് an email to your friend describing the thrilling boxing match between Antonio and Felix എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇമെയിലാണ് എഴുതേണ്ടത്. സോ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ഫ്രം എന്നിട്ട് ഒരു abc@gmail.com എന്നുള്ള രീതിക്ക് കൊടുക്കുന്നു അല്ലേ. എന്നിട്ടോ ടു എന്നുള്ളത് കൊടുത്ത് ഏതാണ് ഇപ്പോൾ XYZ
@gmail.com എന്നുള്ള രീതിക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് നീഡഡ് യു ക്യാൻ ഓൾസോ ആഡ് CC ആൻഡ് BCC. ഓക്കെ, CC എന്ന് പറയുന്ന കാർബൺ കോപ്പിയാണ്, BCC എന്ന് പറയുന്ന ബ്ലൈൻഡ് കാർബൺ കോപ്പിയാണ്. ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു. ഓക്കെ, ദ മോസ്റ്റ് അൺഫർഗെറ്റബിൾ ബോക്സിംഗ് മാച്ച്, അതാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ സല്യൂട്ടേഷൻ ആണ്, ഡിയർ ഫ്രണ്ട്. ആ ഫ്രണ്ടിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ പേര് കൊടുക്കാം. ഓക്കെ, now you are writing the content. Okay, I have to tell you about the electrifying final match between Antonio and Felix, the two best friends from Amigo Brothers. Both fought with everything they had, landing powerful blows, neither willing to hold back out of friendship. The crowd roared as the fight went the full distance, ending almost too close to call. What moved me most was the ending. The moment the bell rang, they dropped their guard and embraced, proving their bond was stronger than any trophy. ഓക്കെ, അപ്പോൾ ആ കോണ്ടന്റ് നമ്മൾ എഴുതി അത് കഴിഞ്ഞ് റൈറ്റ് ബാക്ക് സൂൺ എന്നുള്ള ഒരു ക്ലോസിംഗ് നോട്ടോട് കൂടി യുവേഴ്സ് പറഞ്ഞ് യുവർ നെയിം കൊടുത്ത് നമ്മൾ അവിടെ എൻഡ് ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ഇമെയിൽ എഴുതേണ്ടത്. ഓക്കെ, ആൻഡ് ഓൾസോ ഇൻക്ലൂഡ് ഇറ്റ്, ഐ മീൻ ഡ്രോ എ ബോക്സ് ഇഫ് യു ക്യാൻ. ഓക്കെ, റൈറ്റ്. അടുത്തതൊരു റിക്വസ്റ്റ് ലെറ്റർ ആണ് ടു യുവർ പ്രിൻസിപ്പൽ ഫോർ ഓർഗനൈസിങ് എ സെമിനാർ ഓൺ വിമൻ എംപവർമെന്റ്. ഓക്കെ, ഇപ്പോൾ റിക്വസ്റ്റ് ലെറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ റിക്വസ്റ്റ് ലെറ്റർ എന്ന് കൊടുക്കുന്നു അതിന്റെ ഹെഡിങ്. ഓക്കെ, റിക്വസ്റ്റ് ലെറ്റർ എന്നുള്ള ഹെഡിങ് കൊടുക്കുന്നു. എന്നിട്ട് ടു ദ പ്രിൻസിപ്പൽ, സ്കൂൾ നെയിം കൊടുക്കുക. സബ്ജക്റ്റ് എന്താണ്? റിക്വസ്റ്റ് ടു ഓർഗനൈസ് എ സെമിനാർ ഓൺ വിമൻ എംപവർമെന്റ് അല്ലേ, ആ സബ്ജക്റ്റ് മെൻഷൻ ചെയ്യുക. എന്നിട്ട് ഗ്രീറ്റിംഗ്സോട് കൂടി സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, റെസ്പെക്റ്റഡ് സല്യൂട്ടേഷൻ കൊടുക്കുക. റെസ്പെക്റ്റഡ് സർ ഓർ മാഡം, ഐ റൈറ്റ് ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റുഡൻസ് ടു റിക്വസ്റ്റ് എ സെമിനാർ ഓൺ വിമൻ എംപവർമെന്റ് ഫോർ അവർ സ്കൂൾ. ഓക്കെ, ഇനി എന്തുകൊണ്ട് ഇത് ഗുണകരമാകും എന്നുള്ളതാണ് നമ്മൾ അടുത്ത സെന്റൻസസിൽ പറയുന്നത്. സച്ച് എ സെഷൻ വുഡ് ഡീപ്പൻ അവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് വിമൻസ് റൈറ്റ്സ് ആൻഡ് എസ്പെഷ്യലി ഇൻസ്പയർ ദ ഗേൾസ് സ്റ്റുഡൻസ് ടു ബി കോൺഫിഡന്റ് ആൻഡ് സെൽഫ് റിലയന്റ്. Okay, now we suggest inviting a guest speaker, organizing an interactive workshop so students can engage actively with the topic. അങ്ങനെ നമ്മൾ 3 ഡിഫറെൻറ്റ് ലൈക്ക് പാരഗ്രാഫ്സ് ആയിട്ട്, ഷോർട്ട് പാരഗ്രാഫ്സ് ആയിട്ട് കോണ്ടന്റ് തിരിക്കുന്നു. ദെൻ ഒരു കൺക്ലൂഡിംഗ് ലൈൻ എന്നുള്ള രീതിക്ക് വി ഹോപ്പ് യു വിൽ കൈൻഡ്ലി കൺസിഡർ ദിസ് റിക്വസ്റ്റ് ആൻഡ് പെർമിറ്റ് us ടു ഹോൾഡ് ദ സെമിനാർ അറ്റ് യുവർ കൺവീനിയൻസ്. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു ലൈൻ നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നു. ദെൻ താങ്കിങ് യു, യുവർ സിൻസിയർലി, നെയിം ആൻഡ് ക്ലാസ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഒരു റിക്വസ്റ്റ് ലെറ്ററിൽ വേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. See, inspired by Nomita's story, give a speech on the need for transformation in family relationships. ഓക്കെ, അപ്പം നോമിതയുടെ സ്റ്റോറി വായിച്ചതിന് ശേഷം നിങ്ങൾ ഇൻസ്പയർഡ് ആയി. അങ്ങനെ യു ആർ ഗോയിങ് ടു ഗിവ് എ സ്പീച്ച് ഓൺ ദ നീഡ് ഫോർ ട്രാൻസ്ഫോർമേഷൻ ഇൻ ഫാമിലി റിലേഷൻഷിപ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം? സ്പീച്ചാണ്. സോ ഡിയർ ഫ്രണ്ട്സ് എന്നുള്ള രീതിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ആശാപൂർണ ദേവീസ് മാച്ച് ബോക്സ് ഷോസ് us നോമിത, a woman silenced, humiliated and controlled within her ഓൺ ഹോം അല്ലെ. അപ്പം നോമിതയെ കുറിച്ച് നമ്മളൊരു ഐഡിയ ആദ്യം ഓഡിയൻസിന് കൊടുക്കുന്നു, എന്നിട്ട് അത് ജനറലൈസ് ചെയ്യുന്നു അല്ലെ. ഈവൻ ടുഡേ മെനി വിമൻ ബെയർ റിഡിക്യൂൾ, ഫിനാൻഷ്യൽ ഡിപെൻഡൻസ് ആൻഡ് ലാക്ക് ഓഫ് പ്രൈവസി ഇൻ സൈലൻസ് ജസ്റ്റ് as നോമിത ഡിഡ്. എന്നിട്ട് പറയുന്നു ട്രൂ ഫാമിലി റിലേഷൻഷിപ്പ് മസ്റ്റ് ബി ബിൽറ്റ് ഓൺ ഇക്വാലിറ്റി, ട്രസ്റ്റ് ആൻഡ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, നോട്ട് കൺട്രോൾ അല്ലെ. ഇപ്പം നോമിത എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെയുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഒരുപാട് നോമിതകൾ അല്ലെ ഇന്നത്തെ സൊസൈറ്റിയിൽ ഉണ്ട് എന്നുള്ള രീതിക്ക് പറയുന്നു. ഒരു ട്രൂ ഫാമിലി റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ആവശ്യമാണ് എന്നുള്ളത് പറയുന്നു. ഓക്കെ, സോ വിമൻ മസ്റ്റ് ബി എൻകറേജ് ടു സ്പീക്ക് അപ്പ് ആൻഡ് ഫാമിലീസ് മസ്റ്റ് ലേൺ ടു ലിസൺ വിതൗട്ട് ജഡ്ജ്മെന്റ് സോ ദാറ്റ് നോ വൺ ഹാസ് ടു സെറ്റ് ഫയർ ടു ബി ഹേർഡ് അല്ലെ. അപ്പം എന്ത് മാറ്റമാണ് സൊസൈറ്റിയിൽ കൊണ്ടുവരേണ്ടത് സോ ദാറ്റ് എ ട്രാൻസ്ഫോർമേഷൻ ഇസ് പോസിബിൾ ഇൻ ഫാമിലി റിലേഷൻഷിപ്സ് ആൻഡ് എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് വിമൻ എന്നുള്ളതാണ് അവിടെ നമ്മൾ പറയുന്നത്. പിന്നെ ഒരു കോൾ ഫോർ ആക്ഷൻ എന്നുള്ള രീതിക്ക് നമ്മളൊരു ക്ലോസിംഗ് നോട്ടിൽ പറയുന്നു, ലെറ്റ് us work towards homes where every woman's voice matters as much as her silence once did. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് നോട്ടോടുകൂടി നമ്മൾ ആ സ്പീച്ച് അവസാനിപ്പിക്കുന്നു. ദെൻ വി ആർ കൺക്ലൂഡിങ് ഇറ്റ് വിത്ത് താങ്ക് യു. ഓക്കെ, അപ്പം ഇങ്ങനെ വേണം നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട്. ഓക്കെ, റൈറ്റ്. നൗ let's move on to the next question. Write a news report on Robert Baldwin's refusal to accept the bribe and Marshall's revelation. ഓക്കെ, ഇതാണ് ചോദ്യം. ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന്, യു നീഡ് ടു ഗിവ് എ ഗുഡ് ഹെഡിങ്. ഓക്കെ, ഹെഡിങ് ഇസ് എ മസ്റ്റ്.
ഒരു ഹെഡിങ് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ കണ്ടന്റ് എഴുതുന്ന സമയത്ത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇവിടെ ഏതാണോ പ്ലേസ് ആ പ്ലേസ് മെൻഷൻ ചെയ്യുക. സ്റ്റാഫ് റിപ്പോർട്ടർ ആണെങ്കിൽ സ്റ്റാഫ് റിപ്പോർട്ടർ എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യുക. അതിനുശേഷം കണ്ടന്റ് എഴുതി തുടങ്ങുക. ഓക്കെ, നിങ്ങൾ ഇവിടെ എഴുതി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ഈ ഭാഗത്തേക്ക് എഴുതുന്നത് പോലെ സാധാരണ ഒരു ന്യൂസ് പേപ്പറിൽ എങ്ങനെയാണോ റിപ്പോർട്ട് വരിക അതുപോലെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പാസ്റ്റ് ടെൻസ് മാക്സിമം യൂസ് ചെയ്യുക. ഓക്കെ, സോ ഓണസ്റ്റി റിവാർഡഡ്, ബാങ്ക് എംപ്ലോയി റെഫ്യൂസസ് ബ്രൈബ് എന്നുള്ള ഒരു ഹെഡിങ് നമ്മളിവിടെ കൊടുക്കുന്നു. നൗ ഒരു പെർട്ടിക്കുലർ പ്ലേസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഇൻ എ മൂവിംഗ് ടേൺ ഓഫ് ഈവൻസ് ഓൺ സൺഡേ, ബാങ്ക് സെക്രട്ടറി റോബർട്ട് ബോൾവിൻ refused a huge bribe from his employer John Grisham, who is on trial for misappropriating funds. അപ്പൊ കൃത്യമായിട്ടുള്ള കാര്യം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മളവിടെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ, ആദ്യത്തെ ഫ്യൂ ലൈൻസിൽ തന്നെ മെൻഷൻ ചെയ്യുന്നു. Okay, now despite intense pressure from his own family to accept the money, Baldwin chose to testify honestly, refusing to compromise his integrity. Okay, അപ്പം എന്താണ് റോബർട്ട് ബോൾവിനെ യുണീക്ക് ആക്കുന്നത് എന്നുള്ളത് നമ്മളവിടെ മെൻഷൻ ചെയ്യുന്നു. പിന്നീട് മിസ്റ്റർ മാർഷൽ അല്ലെ, ആളെ പ്രസിഡന്റ് ആണ് തേർഡ് നാഷണൽ ബാങ്കിന്റെ. He later visited the Baldwin residence to reveal that Gresham, moved by Baldwin's incorruptible honesty, had confessed his ക്രൈം. ഓക്കെ, ഇപ്പൊ ഗ്രഷം തന്റെ ക്രൈം കൺഫെസ് ചെയ്തിട്ടുണ്ട്, കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് എന്ന് മിസ്റ്റർ മാർഷൽ തേർഡ് നാഷണൽ ബാങ്കിന്റെ പ്രസിഡന്റ് ബോൾവിന്റെ റെസിഡൻസിലെത്തി അറിയിച്ചു എന്നുള്ളതാണ് പറയുന്നത്. നൗ മാർഷൽ ഓൾസോ അനൗൺസ് ബോൾവിൻസ് അപ്പോയിന്റ്മെന്റ് ടു എ സീനിയർ പോസ്റ്റ് അറ്റ് ഹിസ് ഓൺ ബാങ്ക്, കോളിംഗ് ഹിം എ മാൻ ഹൈലി ഓണേർഡ് ആൻഡ് റെസ്പെക്റ്റഡ് ബൈ ഓൾ. അത്തരത്തിലുള്ള ഒരു ലൈനോടുകൂടി നമ്മളവിടെ ആ ഒരു റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം നമ്മളൊരു ന്യൂസ് റിപ്പോർട്ട് എഴുതാനായിട്ട്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ആസ് ഐ ഓൾറെഡി ടോൾഡ് യു, 3 ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടാവുക. അതിൽ 2 ചോദ്യങ്ങളാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇപ്പൊ ലോങ് ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇപ്പൊ 8 മാർക്കാണ് ഓരോന്നിനും. ഓക്കെ, ഇതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഡിസ്ക്രൈബ് ദ റോൾസ് പ്ലേഡ് ബൈ ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന ആസ് ഇമോഷണൽ ഹൊറേഗല്ലൂസ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? ഇൻ ഹൊറേഗല്ലു, സുധാമൂർത്തി കമ്പയർസ് ഗുഡ് ലിസണേഴ്സ് ടു ദ സ്റ്റോൺ പ്ലാറ്റ്ഫോംസ് ബിൽറ്റ് അണ്ടർ ബാനിയൻ ട്രീസ് were weary travelers once rested and unburdened their troubles. അപ്പം ഹൊറേഗല്ലുവിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് വെൻ ഇറ്റ് കംസ് ടു റിയൽ ലൈഫ് എന്നുള്ളത് നമ്മൾ ആദ്യം അവിടെ മെൻഷൻ ചെയ്യുന്നു. പിന്നെ അതിൽ ഗ്രാൻഡ് ഫാദറിന്റെ റോൾ എന്താണ് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുന്നത്. Okay, so he sat daily under a banyan tree, patiently listening to villagers' problems, അല്ലെ, making them feel lighter simply through quiet, non-judgmental conversation. അല്ലെ, അപ്പൊ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചും ആളുടെ റോളിനെ കുറിച്ചും നമ്മൾ അവിടെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ രത്നയെ കുറിച്ചാണ് പറയുന്നത്. ഇയേഴ്സ് ലേറ്റർ ദ ഓതേഴ്സ് കൊളീഗ് രത്ന പെർഫോം ദ സെയിം റോൾ അറ്റ് ലഞ്ച് ടൈം. അല്ലെ, എന്താണത്? ലിസ്ണിംഗ് കെയർഫുള്ളി ടു കോവർക്കേഴ്സ് പേഴ്സണൽ സ്ട്രഗിൾസ്. അല്ലെ, അപ്പൊ അവർ രണ്ടുപേരെ കുറിച്ച് നമ്മൾ അവിടെ പറഞ്ഞു. ഇനി രണ്ടുപേരും തമ്മിലുള്ള സിമിലാരിറ്റി എന്താണ് എന്നുള്ളത് നമ്മൾ അവിടെ പറയണം. Both maintain strict confidentiality, never betraying the trust placed in them and never sought recognition or reward. ഇതാണ് അവരെ സിമിലർ ആക്കുന്നത്. ഇവർ തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളാണ്. അല്ലെ, അതായത് തങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ, അല്ലെ, തങ്ങളിൽ അർപ്പിച്ച ഒരു ട്രസ്റ്റ് അത് എപ്പോഴും നഷ്ടപ്പെടുത്താതെ, ഓക്കെ, എന്നാൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള റെക്കഗ്നിഷനോ റിവാർഡോ ആഗ്രഹിക്കാതെ അവര് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. Okay, so through the grandfather and Ratna, Sudhamurthy highlights the timeless value of silent, compassionate listening. അല്ലെ, അപ്പൊ ലിസ്ണിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ അവിടെ പറയുന്നു. സോ ദ എസ്സേ അൾട്ടിമേറ്റ്ലി urges readers to become Horegallus themselves, offering others a caring ear in an increasingly busy, disconnected world. Okay, അപ്പം ഈ ഒരു ഹൊറേഗല്ലു എന്ന് പറയുന്ന ഒരു എസ്സേ അത് ആക്ച്വലി അതുകൊണ്ട് സുധാമൂർത്തി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു നിർത്തുന്നു. ഓക്കെ, അപ്പൊ ഇത് ഇലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8 മാർക്സിന് ഉള്ള കാര്യങ്ങൾ ആയി. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം ഇതാണ്: ഡിസ്ക്രൈബ് ദ യുണീക് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ അന്റോണിയോ ആൻഡ് ഫെലിക്സ്. ഹൗ ഡിഡ് ഇറ്റ് സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് കോമ്പറ്റീഷൻ? അല്ലെ, ഇപ്പൊ നമ്മൾ ആന്റോണിയോനെ കുറിച്ച് പറയണം, ഫെലിക്സിനെ കുറിച്ച് പറയണം. അവരൊന്നിച്ചാണ് അല്ലെ വളർന്നത് എന്നുള്ളത് പറയണം, ഒരേ ബിൽഡിങ്ങിൽ, അല്ലെ, ഷെയറിങ് ദ സെയിം ഡ്രീം, അല്ലെ, ദേ വാണ്ടഡ് ടു ബിക്കം ബോക്സിംഗ് ചാമ്പ്യൻസ് എന്നുള്ളത് പറയണം. അല്ലെ, അവരുടെ ഫ്രണ്ട്ഷിപ്പ് വാസ് ബിൽറ്റ് ഓൺ ജെന്വിൻ മ്യൂച്വൽ റെസ്പെക്ട് എന്ന് പറയണം. അല്ലെ, അവരൊന്നിച്ചാണ് ട്രെയിൻ ചെയ്തത്, സപ്പോർട്ടഡ് ഈച്ച് അതർ, റിജോയ്സ്ഡ് ഇൻ ഈച്ച് അതേഴ്സ് പ്രോഗ്രസ് ഫോർ ഇയേഴ്സ്. അല്ലെ, ഇനി സെയിം ടൂർണമെന്റിന്റെ ഫൈനൽസിൽ
ഇനി സെയിം ടൂർണമെന്റിന്റെ ഫൈനൽസിൽ രണ്ടുപേരും എത്തിച്ചേർന്ന സമയത്ത് ദേ ഹാഡ് ടു ഫേസ് ദ പെയിൻഫുൾ റിയാലിറ്റി ഓഫ് ഫൈറ്റിംഗ് വൺ ആനദർ ആൻഡ് ചോസ് ടു ട്രെയിൻ സെപ്പറേറ്റ്ലി ടു പ്രിപ്പയർ ഇമോഷണലി എന്നുള്ളത് നമ്മൾ അവിടെ പറയണം അല്ലെ. ഇനി റിംഗിൽ എത്തിയപ്പോഴോ ബോത്ത് ഫൗട്ട് വിത്ത് ഫുൾ ഇന്റൻസിറ്റി ആൻഡ് ഫിയേഴ്സ് ഡിറ്റർമിനേഷൻ, റെഫ്യൂസിംഗ് ടു ഹോൾഡ് ബാക്ക് ഔട്ട് ഓഫ് സിമ്പതി. ട്രൂ റെസ്പെക്ട് മെന്റ് ഗിവിംഗ് ദെയർ ഓണസ്റ്റ് ബെസ്റ്റ്. ഓക്കെ, അപ്പൊ അവര് വളരെ ഫെയർ ആയിട്ടാണ് ഫൈറ്റ് ചെയ്തത് എന്നുള്ളത് നമ്മളവിടെ പറയണം. Okay, now the moment the fight ended, personal rivalry vanished. They embraced warmly and left the ring together, unity restored. Okay, അപ്പോൾ ആ ഫൈറ്റ് കഴിഞ്ഞ സമയത്ത് അവർക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു പേഴ്സണൽ റിവാൻഡറി ഇല്ലാണ്ടാവുകയും അല്ലെ, അവര് എംബ്രേസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലെ, ഒന്നിച്ചാണ് അവര് റിങ് വിട്ട് പോകുന്നത് അല്ലെ, ആ യൂണിറ്റി റീസ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മളവിടെ ഡിസ്ക്രൈബ് ചെയ്യണം. ഓക്കെ, their bond proves that real friendship can survive even the fiercest competition because it is rooted in respect, not merely in comfort or കൺവീനിയൻസ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു ക്ലോസിംഗ് നോട്ടോടുകൂടി നിങ്ങൾക്ക് ആ ഒരു എസ്സേ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ അവരുടെ ബോണ്ട് പ്രൂവ് ചെയ്യുന്നത് എന്താണ്? റിയൽ ഫ്രണ്ട്ഷിപ്പിന് അല്ലെ വളരെ ഫിയേഴ്സ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ പോലും സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. കാരണം എന്താ? റിയൽ ഫ്രണ്ട്ഷിപ്പ് ഇസ് ഓൾവേസ് റൂട്ടഡ് ഇൻ, ഇറ്റ് ഈസ് ഓൾവേസ് ബേസ്ഡ് ഓൺ റെസ്പെക്ട്, നോട്ട് മിയർലി ഇൻ കംഫർട്ട് ഓർ കൺവീനിയൻസ്. ഓക്കെ, ഇതാണ് നമ്മൾ എലാബറേറ്റ് ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള പോയിന്റ്സ് ആണ് നമ്മളവിടെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, നൗ കംസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സാധാരണ ഈ ലാസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു അൺസീൻ പോമുമായിട്ട് നമ്മൾ പഠിച്ച ഒരു പോം കമ്പയർ ചെയ്യാനായിട്ടുള്ളതായിരിക്കും. സോ റൈറ്റ് ആൻ അപ്രീസിയേഷൻ ഓഫ് ദ പോം വിമൻ ബൈ ആലിസ് വോക്കർ കമ്പയറിംഗ് ഇറ്റ് വിത്ത് എനി വുമൺ ബൈ കാത്രിൻ ടിനാൻ. ഓക്കെ, അപ്പൊ ഇവിടെ എനി വുമൺ നമ്മൾ പഠിച്ച പോമാണ്. ഇനി വിമൻ എന്ന് പറയുന്നത് ആലിസ് വോക്കർ എഴുതിയ സിമിലർ ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ വരുന്ന ഒരു പോമാണ്. അപ്പൊ നമുക്ക് നോക്കാം. Women by Alice Walker celebrates the earlier generation of black women, husky of voice, stout of step, who fought fiercely for education and opportunity for their children. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം വിമൻ എന്ന് പറയുന്ന ആലിസ് വോക്കർ എഴുതിയ ആ ഒരു പോം എങ്ങനെയുള്ളതാണ് എന്നുള്ളത്, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള തീം എന്താണ് എന്നുള്ളത് നമ്മളവിടെ മെൻഷൻ ചെയ്യുന്നു. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇമേജറീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളവിടെ നോട്ട് ചെയ്യുന്നു. ഇനി അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ആ പോമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഷോർട്ട് ആയിട്ടുള്ള ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഫ്രീ വേഴ്സ് ആണ് ഇവിടെ ഈ ഒരു പോമിൽ ആലിസ് വാക്കർ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ആ പോമിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടിനാനെ കുറിച്ച് പറയുന്നു, ടിനാൻ്റെ എനി വുമണിനെ കുറിച്ച് പറയുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടോൺ എന്താണ്, അതിലെ മെയിൻ ക്യാരക്ടർ ആരാണ്, ഓക്കെ, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇമേജറീസ് എന്തൊക്കെയാണ്, ഓക്കെ, അതിൻ്റെ സെറ്റിംഗ് എങ്ങനെയാണ് വരുന്നത്, ഈ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് ഒരു കമ്പാരിസൺ നടത്തുന്നു. രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെ, അത്തരത്തിലുള്ള രീതിക്കുള്ള ഒരു കമ്പാരിസൺ നമ്മൾ അവിടെ നടത്തുന്നു. ആൻഡ് ടുഗെദർ ദേ വൈഡൻ അവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് വിമൻസ് എംപവർമെന്റ്. ഇറ്റ് മേ ടേക്ക് ദ ഫോം ഓഫ് വിസിബിൾ ബാറ്റിൽസ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ് ഓർ ക്വൈറ്റ് സ്റ്റഡി ഡിവോഷൻ ദാറ്റ് ഹോൾഡ്സ് എ ഫാമിലി ടുഗെദർ. ഓക്കെ, അപ്പൊ രണ്ടും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഉള്ള പോംസ് ആണെങ്കിൽ അത് അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞു നിർത്തുന്നു. അല്ലെങ്കിൽ രണ്ടും അതിൻ്റെതായിട്ടുള്ള രീതിക്ക് ഡിഫറൻസസ് ഉള്ളതാണ് എന്നുള്ള രീതിക്കും നമുക്ക് പറഞ്ഞ് നിർത്താം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതേണ്ടതായിട്ട് ഉള്ളത്. സോ ഇത്രയും ചോദ്യങ്ങളാണ് കഴിഞ്ഞ ഫസ്റ്റ് ടേം എക്സാമിന് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം 80 മാർക്കിന് 2.5 മണിക്കൂറാണ് നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാനായിട്ട് കിട്ടാനായിട്ട് പോകുന്നത്. സോ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. ടൈം മാനേജ്മെന്റ് ഒരു കീ ആണ്. സോ കൃത്യമായിട്ട് ടൈം ഫിക്സ് ചെയ്ത് ആൻസേഴ്സ് എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഡു വെൽ ആൻഡ് സ്കോർ ഗുഡ് മാർക്സ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യന്റ് ലിസണിങ്. Happy learning.